ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ പേര് സിസ്റ്റീൻ ട്രീറ്റ്മെൻ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന മോൾക്ക് വേണ്ടിയാണ്. മോളുടെ ഹെയർ ഒത്തിരി കേളി ആയിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. നമുക്ക് കെമിക്കൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒത്തിരി നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കേളിയായിട്ടുള്ള മുടി കുട്ടികൾക്കെല്ലാം ഒത്തിരി ഡിഫിക്കൽട്ടല്ലേ മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇത് അവളെ സംബന്ധിച്ച് മോൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിലവർ നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. 2 ടൈം അവർ നന്നായിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം അവരുടെ ഈ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് അതങ്ങനെ വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ ഇടും. അതിനുശേഷം പിന്നെയും ഒരു 30 മിനിറ്റ്സിന് ശേഷം പിന്നെയും വാഷ് ചെയ്യും. അതിന് ശേഷമാണ് പിന്നെ അയൺ പ്രൊസീജിയർ തുടങ്ങുന്നത്. മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് എന്താണെങ്കിലും 30 മിനിറ്റ്സ് അവർ വെക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയതിൻ്റെ മെയിൻ പ്രോസസ്സിങ് ഇത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ, ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ മെയിൻ ആഫ്റ്റർ മെഡിസിൻ ഇവർ അയൺ ചെയ്യുന്നുണ്ട്. ആ അയണിങ്ങിലാണ് ഇത് കറക്റ്റ് നന്നായിട്ട് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഈ മുടി കിട്ടുക. നമ്മൾ നമ്മുടെ ഹെയറിൽ റിബോണ്ടിങ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതൊരു 8 മന്ത്സ് വരെ നിൽക്കും. അത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്. നമ്മൾ ഓയിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ അത് ലാസ്റ്റ് ചെയ്യില്ല. അതുപോലെ ഈ സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 3 മന്ത്സ് 4 മന്ത്സ് മാത്രമേ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മുടി നിൽക്കുകയുള്ളൂ. കാരണം ഇത് നോർമൽ ഹെർബൽ പ്രൊഡക്റ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോളുടെ മുടി ഇപ്പോൾ ഏകദേശം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ ലാസ്റ്റ് ചെയ്യുന്നത് അയണിങ് ആണ്. ഇനി ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് സിറ്റിങ്ങും കൂടി ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഇനി വാഷിങ്ങിന് വരും. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് അവർ ഇതുപോലെ തന്നെ 30 മിനിറ്റ്സ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് വെക്കും. ഇതാണ് കേളി ഹെയർ ആയിരുന്നു മോളുടെ, നന്നായി കേളിയായിരുന്നു. ഇപ്പോൾ അത് സ്ട്രെയിറ്റ് ആയി. അവൾ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിത് ചെയ്യാൻ കാരണം മെയിനായിട്ട് അവർക്കൊരു പാർട്ടി വരുന്നുണ്ട്, ഒരു 10th ഒരു പാർട്ടി. അപ്പം അതിൻ്റെ ടൈമിൽ അവൾക്ക് കേളി ഹെയർ വേണ്ട, അപ്പോൾ സ്ട്രെയിറ്റ് മതി എന്ന് പറഞ്ഞു. അവരുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഹെയറിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തതാണ്. ഒത്തിരി നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം അത് നമുക്ക് ഈസി ആയിട്ട് പിള്ളേർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. മാത്രമല്ല ഹെർബലാണ്, കെമിക്കൽ അതിലില്ല. അപ്പം കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റാണ്. ഹെയർ ലോസും ഉണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ ഡാൻഡ്രഫും ഒത്തിരി നമുക്കിതിൽ നിന്ന് കുട്ടികൾക്ക് ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒത്തിരി നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പം അവളുടെ 10th പാർട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഒരുക്കി പാർട്ടിക്ക് ഞങ്ങൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഈ വീഡിയോ കഴിഞ്ഞു. ഇതുപോലെ മറ്റുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്